ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 1.5 ആഴ്ചയായി കാണും കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഹെൽത്ത് പരമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. എനിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വൈറൽ ഫീവർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കൊറോണ വന്നപ്പോൾ പോലും എനിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുപോലത്തെ ഒരു പനിയും പിന്നെ മൊത്തം ബോഡി പെയിനും പിന്നെ ഒത്തിരി സിംറ്റം ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. എണ്ണീച്ച് ആ പനി വന്നു കഴിഞ്ഞ് അസുഖം മാറിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച സത്യം പറഞ്ഞാൽ കിടക്കാൻ നമുക്ക് എണ്ണീച്ച് പൊങ്ങാൻ വയ്യാതെ. അപ്പോൾ ആ ഒരാഴ്ചയും ഞാൻ ഈ കഴിച്ചതുണ്ടല്ലോ. ഇപ്പം ഡ്യൂട്ടിക്ക് ഒന്നും നമുക്ക് അവധിയൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കഞ്ഞിയായിരുന്നു. കഞ്ഞിയും നാരങ്ങാച്ചാറും അന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു നാരങ്ങാച്ചാർ. അതുകൊണ്ട് ആ കഞ്ഞിയും നാരങ്ങാച്ചാറും കുത്തരി പിള്ളേർക്ക് 2 പേർക്കും പൊടിയരി കഞ്ഞി ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് കുത്തരി കഞ്ഞിയും നാരങ്ങാച്ചാറും ചുട്ട പപ്പടവും കൂടായിരുന്നു. അപ്പം ഞാൻ ഓർത്തുനിന്ന് വായിക്കൊരു രുചി വരാൻ വേണ്ടി എന്ത് കഴിച്ചിട്ടും വായിക്ക് അങ്ങ് കഴിക്കുവാണ്. ഒരു ടേസ്റ്റ് എന്ന് പറയുന്നേ വായിക്കേ ഇല്ല. അപ്പം ഞാനോട് തന്നാൽ ഇച്ചിരി ചക്ക ലാസ്റ്റ് മമ്മി അതായത് എൻ്റെ അമ്മായിയമ്മ കൊടുത്ത് വിട്ട ചക്കയുടെ ലാസ്റ്റ് ഫ്രോസൺ ചെയ്ത പാക്കറ്റ് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനോട് തന്നാൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വായിക്ക് വന്നോട്ടെ എന്നോർത്ത് ഇച്ചിരി ചക്ക വേവിക്കാവുന്നത്. അപ്പോൾ ആ ചക്ക വേവിച്ച് കഴിഞ്ഞതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേദിവസം പോയപ്പം ഇച്ചിരി നല്ല ഫ്രഷായിട്ടുള്ള മത്തി കിട്ടിയതായിരുന്നു ഞങ്ങളുടെ ഗാല മാർക്കറ്റിൽ നിന്ന് കേട്ടോ. അപ്പം ഒത്തിരി മത്തി കിട്ടി. അപ്പോൾ ഇച്ചിരി നമ്മൾ മേടിച്ചുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒത്തിരി മത്തി കറി വെച്ചിട്ടായാലും ഇങ്ങനെ 2 ദിവസം വെച്ച് ഇങ്ങനെ കൂട്ടുന്നൊന്നും എനിക്കിഷ്ടമല്ല. വേറെ മീനുകളൊക്കെ നമുക്ക് കൂട്ടാം, കുഴപ്പമില്ല കേട്ടോ. പക്ഷേ മത്തി കൂട്ടിക്കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ആ മത്തി വെച്ച് ഒരു പുളിയൊക്കെ പിടിച്ച് നമ്മൾ അന്നേരം കഴിക്കുക. പിറ്റേ ദിവസം നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് എനിക്കെന്തോ അതങ്ങനെ അത്ര വലിയ ഇഷ്ടം തോന്നാറില്ല. അത് തന്നെയല്ല, പിന്നെ ഞാൻ നോട്ടീസിലുണ്ടാത്ത കാര്യം, പിന്നെ നമ്മൾ ആ ചൂടാക്കുമ്പോഴത്തേക്ക് ആ മുറിയും പെരയ്ക്കകവും ഹാളും എല്ലാം ഈ മത്തിയുടെ മണമായിരിക്കും. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങ് ജെന്യുവിനായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് കൂട്ടാനുണ്ടാക്കുന്നതും കഴിക്കുന്നതല്ല. ഞാനിപ്പം വീഡിയോയിൽ എന്താ വരാഞ്ഞത്, ഇങ്ങനെ നടന്നു പോയി മീൻസ് എൻ്റെ ഒരു 1 വീക്കിൻ്റെ ആ പാസ്റ്റിലുണ്ടായ ജസ്റ്റ് ഇൻസിഡൻസ് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി ഞാനൊരു ചട്ടിയൊക്കെ വെച്ച് സാധാരണ മത്തിക്കറി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓർത്തുന്ന ഇന്നിപ്പോൾ ഇച്ചിരി മുരിങ്ങയ്ക്കായി ഇരിപ്പുണ്ട്. മുരിങ്ങയ്ക്കായിട്ട് മത്തിക്കറി വെച്ചാലോ എന്നേ. അപ്പോൾ ഇന്നാളീ മുരിങ്ങയ്ക്കായിട്ട് മത്തിക്കറി വെച്ചപ്പം മൊത്തം അങ്ങ് മുരിങ്ങയ്ക്കായുടെ കയ്പ്പ് രുചി അങ്ങ് വന്നുപോയി. അപ്പം ഞാൻ തന്നാൽ വേണ്ട ഇച്ചിരി തക്കാളിക്ക ഇട്ട് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അങ്ങനെയാണ് തക്കാളിക്കൊക്കെ അരച്ച് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എമൗണ്ടും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. സാധാരണ നമ്മുടെ മത്തിക്കറി ഉണ്ടാക്കുന്ന പോലെ ഇച്ചിരി ആകെ 10 മത്തിയുള്ളത് അതെടുത്ത് ഞാൻ കറി വെക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പനിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി, ഞാനും ജോലിയിലേക്ക് വന്നു. ഞാൻ പനി കഴിഞ്ഞ് എൻ്റെ ഒരാഴ്ചത്തെ അസുഖം കഴിഞ്ഞ് ഞാനൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോയാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞു എനിക്കങ്ങ് ക്ഷീണമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിത് എഡിറ്റ് ചെയ്യാനും എനിക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മത്തിക്കറിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ ഓർത്തൊന്നാൽ മത്തിയൊക്കെ നമുക്കൊന്ന് കഴിക്കാമെന്ന്. ചക്ക വേവിച്ചതും മത്തിക്കറിയും കൂടെ. അപ്പോൾ എനിക്ക് ഈ ചൂടോട് ഒത്തിരി കഴിക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ഇപ്പം ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ കേട്ടോ. ഇച്ചിരി മത്തിക്കറിയും ചക്കയും കൂടെ വേവിച്ചും കൂടെ ചൂടോട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ചക്ക വേവിച്ചൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഈ മസ്കറ്റിലൊക്കെ ഗൾഫിലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരത്തില്ല കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്. അപ്പോൾ എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ പിള്ളേരെ പുറത്തോട്ട് കളിക്കാൻ വിട്ടതാണ്. അവരപ്പം മുമ്പേ അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയത് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ സാധാരണയായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലോട്ട് നോക്കിയിരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഞങ്ങളുടെ കിടപ്പുമുറി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കി കാഴ്ചയൊക്കെ കണ്ടിരുന്ന കാപ്പി കുടിക്കുന്നതും ചോറ് കഴിക്കുന്നതും. അപ്പോൾ അവിടെ ഒരു വലിയ പുളിമരം നിൽപ്പുണ്ട് കേട്ടോ. എനിക്കവിടെ ആ പുളിമരത്തേലൊക്കെ നോക്കിയിരിക്കും എനിക്കൊരു പ്രത്യേക ഫീലിംഗ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ, ടെൻഷനില്ലാത്ത മനുഷ്യരില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇന്ന് കഴിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോഴാണ് താഴത്തെ കുഞ്ഞുങ്ങളോട് കയറി വന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു വീഡിയോ എടുക്കുവാന്ന്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ